അപ്പൊ യുവാക്കളോട് അള്ളാഹുവിനുള്ള താല്പര്യം അത് വലിയ താല്പര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് അവരൊന്നും ചെയ്യുന്നില്ല, അവരൊക്കെ എപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്നു, അവരൊന്നിനും പറ്റൂല, അവരൊന്നിനും പറ്റില്ല എന്ന ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞ് അവരൊന്നും കൊള്ളാത്തവരും നമ്മളെല്ലാത്തിനും പറ്റിയവരായി വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ നിസ്കരിക്കുന്നതും അവരെ വന്നിട്ട് 5 വക്തത്തിന് നിസ്കരിക്കാൻ വരുന്ന തന്നെ വലിയ കൂലിയായിരിക്കും. കാരണം അവരെ പ്രലോഭിപ്പിക്കുന്ന, അവരെ ഇതിൽ നിന്ന് തട്ടിമാറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് യുവാവ് പള്ളിയിൽ ജമാഅത്തിന് വരുന്നത്. പ്രായമായ ആൾക്ക് ഇനിയൊന്നും ബേജാറാകാനില്ല, ഇനിയും മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അവസാനത്തെ ഒരു രീതി എന്ന നിലയ്ക്ക് അവൻ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു. പക്ഷെ യുവാവിന് അങ്ങനെയല്ലല്ലോ. അവനെ 4 ഭാഗത്തൊന്നും വലിച്ചു കൊണ്ടുപോകാൻ, പ്രലോഭിപ്പിക്കാൻ ധാരാളം സാഹചര്യങ്ങളുണ്ടായിരിക്കെ അവൻ മൗലിദിൻ്റെ സദസ്സിൽ വരുന്നു, അവൻ ഇഹ്യാഉല്ലൈലിൻ രാത്രിയെ ഹയാത്താക്കാൻ വരുന്നു, അവൻ പള്ളിയിൽ തറാവീഹിനും ജമാഅത്തിനും വരുന്നു, അവൻ സാന്ത്വന പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നു. ഇത് വലിയ പവറായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും. നമ്മുടെ വിശ്വാസം, മുസ്ലിമിനെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇസ്ലാം ഇല്ലാതെയായി പോകും. എന്നെക്കുറിച്ച് എൻ്റെ അയൽവാസിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്നെക്കുറിച്ചുള്ള ഞാൻ എത്ര വയലു പറഞ്ഞിട്ടും കാര്യമില്ല. അയൽവാസികൾക്കും നാട്ടുകാർക്കും ഞാൻ പറയുന്നതൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് നമ്മുടെ അമാനത്ത് അത് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും വാജിബായി ഉണ്ടാകേണ്ട സിഫത്താണ് സിദുക്കും അമാനത്തല്ല. അതുകൊണ്ടാണ് സമുറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടിമയെ ബന്ധപ്പെടുത്തുന്ന, അടുപ്പിക്കുന്ന അമൽ സിദുഖുൽ ഹദീസ് വ അദാഉൽ അമാനയാണ്. സിദുഖുൽ ഹദീസും അങ്ങനെ തന്നെയാണ്. സത്യം പറയാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ നിരന്തരമായി കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ പിന്നെ മുറുവത്തില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത ആളുകൾ വ്യാപിച്ചു വരും. സത്യം പറയുന്ന നല്ല ഒരു വിഭാഗം ഈ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇമാം മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ കൊടുത്ത ഉപദേശം എന്താണ്? എന്തു പ്രതിസന്ധിയാണെങ്കിലും നീ കള്ളം പറയരുതെന്നാണ്. ഒരു ഉമ്മ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മകന് വേറെ എന്തെല്ലാം ഉപദേശം കൊടുക്കാം, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ കൊടുത്ത ഉപദേശം നീ കളവ് പറയരുതെന്നാണ്. കളവ് പറയരുതെന്നാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഹൽ യസ്നിൽ മുഅ്മിൻ യാ റസൂലല്ലാഹ്, മുഅ്മിന് വ്യഭിചരിക്കോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅ്മിന് ചിലപ്പോൾ സന്ദർഭവശാൽ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുവൻ ചിലപ്പോൾ വ്യഭിചരിച്ചേക്കാം, പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയേക്കും. വഹൽ യസ്രിഖുൽ മുഅ്മിൻ, മുഅ്മിൻ മോഷണം നടത്തുമോ നബിയെ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ സന്ദർഭവശാൽ മോഷണം നടത്തിയേക്കാം, പക്ഷെ ഈമാനുള്ള മനുഷ്യനായതുകൊണ്ട് അവൻ തൗബ ചെയ്ത് മടങ്ങും. മൂന്നാമത്തെ ചോദ്യം, ഹൽ യക്ദിബുൽ മുഅ്മിൻ, മുഅ്മിൻ കളവ് പറയുമോ നബിയേ? ലാ, മുഅ്മിനാണോ കളവ് പറയില്ല. മുഅ്മിന് കളവ് പറയില്ല. ഈമാനും കളവും തമ്മിലൊക്കില്ല. അൽ കദിബു യഹ്ദി ഇലൽ ഫുജൂർ വൽ ഫുജൂറു യഹ്ദി ഇലന്നാർ. കളവ് തമ്മാടിത്തരത്തിലേക്ക് കൊണ്ടുപോകും. ആ തമ്മാടിത്തരം അവനെ നരകത്തിലേക്ക് വലിച്ചേക്കും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ നാവിൽ നിന്ന് സത്യമേ വരാവൂ, കളവൊരിക്കലും പറയാൻ പാടില്ല. കളവ് പറയുന്ന ആൾക്ക് നരകത്തിൽ കിട്ടുന്ന അദാബിനെ കുറിച്ച് വിശദീകരണമുണ്ട് ഹദീസിൽ. അവൻ്റെ 2 ചുണ്ടും മേലോട്ടും താഴോട്ടും ഇങ്ങനെ വലിഞ്ഞു പോകും. വല്ലാത്ത ഒരു പ്രയാസപ്പെട്ട സാഹചര്യമായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക എന്ന് ഹദീസിൽ കാണാൻ പറ്റും. സിദുഖുൽ ഹദീസ് വ അദാഉൽ അമാന. മറ്റുള്ള മനുഷ്യരോട് അമാനത്ത് വീട്ടുന്നിടത്ത് നബി സല്ലല്ലാഹു, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവർക്ക്
നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കൊടുക്കലാണ് ഒന്ന്. രണ്ടാമത്തത് പറഞ്ഞു വയദ്ഖുലു ഫീഹി തർക്കു തത്ഫീഫി ഫിൽ കൈലി വൽ വസിൻ. മറ്റുള്ള മനുഷ്യരോട് നീ കാണിക്കേണ്ട അമാനത്തിൻ്റെ ഭാഗമാണ്. നീ കച്ചവടക്കാരനാണെങ്കിൽ തർക്കു തത്ഫീഫി ഫിൽ വസിനി വൽ കൈൽ, അളന്നും തൂക്കിയും കൊടുക്കുമ്പോൾ തൂക്കവും അളവും കുറച്ചു കൊടുത്ത് ആളുകളെ പറ്റിക്കാതിരിക്കണം. കച്ചവടക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ലാഭം കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ പലപ്പോഴും പലരെയും വഞ്ചിക്കും. ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് കച്ചവടം നടത്തും. ചിലപ്പോൾ തൂക്കം കുറച്ചിട്ട് കൊടുക്കും. 1 കിലോ എന്ന് പറഞ്ഞിട്ട് 800 ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ അളന്ന് കൊടുക്കുമ്പോഴും കുറച്ച് കൊടുക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നീ ജനങ്ങളോട് ചെയ്യുന്ന ധിക്കാരമാണ്. അമാനത്തിൽ നീ പ്രശ്നമുണ്ടാക്കിയവനാണ്, കുഴപ്പമുണ്ടാക്കിയവനാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നൊരു സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നില്ലേ? അളക്കത്തിലും തൂക്കത്തിലും പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്കാണ് വൈലെന്ന നരകം, നാശം അവർക്കാണ്. ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. നല്ല കച്ചവടക്കാർക്ക് വലിയ ഓഫർ നൽകിയിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു മഅൽ അംബിയാഇ വശുഹദാ. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊന്നിച്ച് സ്വർഗത്തിലുണ്ടാകുമത്രേ. എന്നാലോ വഞ്ചന നടത്തുന്ന, കച്ചവടത്തിൽ ആളുകളെ പറ്റിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ ലൈസ മിന്നാ മൻ ഗശനാ ഫലൈസ മിന്നാ. വഞ്ചന നടത്തുന്ന ആളുകൾ അവർ എൻ്റെ ഗ്രൂപ്പിലെ പെട്ടവരല്ല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങാടിയിലേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി, മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് കച്ചവടക്കാരടുത്തേക്കൊക്കെ ഇങ്ങനെ പോയി നോക്കി. അവസാനം ധാന്യ കച്ചവടം നടത്തുന്ന ആളുടെ ധാന്യമെല്ലാം എടുത്തു വച്ച സഞ്ചിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈയിട്ട് നോക്കിയപ്പോൾ താഴെ നനഞ്ഞതുണ്ട്, മുകളിൽ കുറച്ച് നനയാത്തതും വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇതെന്തേ? അദ്ദേഹം പറഞ്ഞു, മുകളിലെ നനഞ്ഞത് വെച്ചാൽ ആരും വാങ്ങില്ല, അപ്പോൾ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ ഗശനാ ഫലൈസ മിന്നാ. വഞ്ചിക്കുന്ന ആളുകൾ അവരെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടയാളല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. കച്ചവടക്കാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. താൽക്കാലിക ലാഭമായിരിക്കും, 100 രൂപ ലാഭമായിരിക്കും. പക്ഷെ അല്ലാഹു തആല 1 ലക്ഷത്തിൻ്റെ രോഗം കൊടുത്ത് അയാളുടെ എല്ലാം അങ്ങ് ഇല്ലാതെയാക്കി കളയും. ഉണ്ടാക്കുന്ന പണം ഹറാമിലൂടെ ആയി വന്നാൽ പിന്നെ ജീവിതത്തിലൊരു ബറക്കത്തുണ്ടാകില്ല. ആ പരമ്പരയിൽ തന്നെ ഒരു ഗുണം ലഭിക്കുന്ന പരമ്പരയായി മാറില്ല. റാഹത്തായിട്ട് കബർ കിടക്കാൻ പറ്റൂല. മക്കളൊക്കെ ഈ പണം ദൂർത്തടിച്ച് തീർക്കും. കോടികളുണ്ടാക്കി വെച്ച് 10 പരമ്പരയ്ക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കി വെച്ചിട്ടാണ് പലിശക്കാരനായിട്ട് മരിച്ചു പോകുന്നതെങ്കിൽ അടുത്ത തലമുറയോ 2ാമത്തെ തലമുറ അത് വിറ്റ് തുലച്ചിട്ടുണ്ടാവും. ഒന്നുമില്ലാത്തവരായിപ്പോ. പലിശ മനുഷ്യനെ ആ രൂപത്തിൽ നശിപ്പിച്ച് കളയും. പലിശ മനുഷ്യനെ നശിപ്പിച്ച് കളയും. പണം ഉണ്ടാക്കുന്നതും ചെലവഴിക്കുന്നതും പ്രത്യേക ചോദ്യമുള്ളതാണ്. 5 കാര്യങ്ങൾ ചോദിച്ചിട്ട് വെച്ച കാല് നീക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിടത്ത് പണത്തെക്കുറിച്ച് 2 ചോദ്യമാണ്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. നീ പണം എവിടുന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്? ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 പ്രധാനമാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രധാനിയായ മഹാനവറുകൾ, സ്വഹാബികളെ കണ്ടിട്ടുള്ള താബിഈയായ മഹാൻ, ഒരു ദിവസം 2 ഖത്മ് റമദാനിൽ ഓതുന്ന മഹാൻ, അല്ലാത്ത ദിവസവും 1 ഖത്മ് തീർക്കുന്ന മഹാൻ, രാത്രിയിൽ അബൂ ഹനീഫ ഇമാമ് മുഴുവനായി നിസ്കരിക്കുന്ന ആളാണ് എന്ന് ആരോ പറഞ്ഞത് കേട്ടപ്പോൾ, എന്നെപ്പറ്റി അയാൾ കളവാണല്ലോ പറയുന്നത്, ഞാൻ രാത്രിയിലെ 1/3 നിസ്കരിക്കുന്നുള്ളൂ, ഇനി അദ്ദേഹം
കളവ് പറയാൻ സാഹചര്യം ഉണ്ടാക്കരുത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാം എന്ന് തീരുമാനിച്ച മഹാൻ, ആ മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നവാദിറുൽ ഖല്ലൂബി എന്ന് പറയുന്ന കിതാബിൽ ഇമാം ഖല്ലൂബി തങ്ങൾ കൊണ്ടുവന്നൊരു സംഭവം. അബൂ ഹനീഫ ഇമാമ് ഡ്രസ്സിൻ്റെ കച്ചവടം നടത്താറുണ്ടായിരുന്നു. തൻ്റെ പാർട്ട്ണറോട് ഒരുപാട് കച്ചവടത്തിലുള്ള വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം വിറ്റിട്ട് വരണം, ഇതിലൊരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സിന് ഇന്നാലിന്ന കുഴപ്പങ്ങളുണ്ട്, ഇത് പറഞ്ഞിട്ടാണ് വിൽക്കേണ്ടത്. ഇദ്ദേഹം ഓക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി വിൽക്കാൻ പോയി. വിൽക്കാൻ കൊണ്ടുപോയിട്ട് എല്ലാം വേഗത്തിൽ വിറ്റു തീർന്നു. പണവുമായിട്ട് വന്നു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക്. മഹാനവറുകൾ ചോദിച്ചു, ആ ഒരു വസ്ത്രം വിൽക്കുന്ന സമയത്ത് അതിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കച്ചവടത്തിൻ്റെ തിരക്കിൽ അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് അങ്ങനെ ന്യൂനത ഉള്ളത് പറഞ്ഞിട്ട് എല്ലാം വിറ്റ് തീർന്നു പോയി. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ട, ഇത് തീരെ എനിക്ക് വേണ്ട, ഇതാർക്കെങ്കിലും കൊടുത്ത് തീർത്തേക്ക്. കാരണം ഈ പൈസ എൻ്റെ കയ്യിൽ വെച്ചാൽ ഇത് ഹറാമായ പണമാണ്, ജനങ്ങളെ പറ്റിച്ച വഞ്ചിച്ച ക്യാഷ്, അതെനിക്ക് വേണ്ട, അത് കൊടുത്തങ്ങ് തീർത്തേക്കും. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ മഹാനല്ല അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഉമ്മനോട് പറഞ്ഞില്ലേ, ഉമ്മ എനിക്ക് നിസ്കാരത്തിന് തീരെ ഖുശൂ കിട്ടുന്നില്ല, നിസ്കാരത്തിൻ്റെ ലദ്ദത്ത് കിട്ടിയൊന്നും നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറുപ്പം മുതൽ ഇന്നേ വരെയുള്ള ആയുസ് മുഴുവനായിട്ട് ഞാൻ പരിധി നോക്കി, എന്തെങ്കിലും ഹറാമ് ഞാൻ കഴിച്ചിനോ, എൻ്റെ വയറ്റിലേക്ക് വല്ല ഹറാമും എത്തിയിരുന്നോ, ഒരു ഉറപ്പ് എനിക്ക് ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉമ്മനോട് ചോദിക്കട്ടെ, എന്നെ നിങ്ങൾ മുലയൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വയറ്റിലുള്ള ഗർഭം ധരിച്ച സമയത്തോ നിങ്ങൾ വല്ല ഹറാമും കഴിച്ചിരുന്നോ? അതുകൊണ്ടാണോ എനിക്ക് ഈ ഒരു നിസ്കാരത്തിൽ ലദ്ദത്ത് കിട്ടാത്തത്? ഉമ്മ പറഞ്ഞു, ഞാനും അങ്ങനെ ഹറാമൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവസാനം ഉമ്മ പറഞ്ഞു, നമ്മൾ അടുത്ത വീട്ടിലെ ഒരു ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ വിഭവങ്ങളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചത് കണ്ടപ്പോൾ അതിൻ്റെ കാഴ്ചയിൽ തന്നെ ഒരു വല്ലാത്തൊരു ആനന്ദം കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിരുന്നു, അത് ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു. മകൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് ഇപ്പം തന്നെ പറയണം, അത് പൊരുത്തപ്പെടുത്തി തരാൻ പറയണം. ഉമ്മ പോയിട്ട് ആ വിഷയം പറഞ്ഞു. അവർ പറഞ്ഞു, എന്തിനാ ചോദിക്കാൻ, അങ്ങനത്തെ ഒക്കെ ചോദിക്കേണ്ടോ, എല്ലാം പൊരുത്തപ്പെട്ടു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഇന്നു മുതൽ എനിക്ക് നിസ്കാരത്തിന് നല്ല ലദ്ദത്തുണ്ട്, നിസ്കരിക്കാണെന്ന് അറിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല റാഹത്തായി നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. ഹറാമ് വയറ്റിലെത്തിയാൽ ഇബാദത്തിന് ഒരു ടേസ്റ്റും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഹലാല് ഹറാമ്, ഏതാണ് ഹലാല് ഹറാം എന്ന് അറിയാത്ത രൂപത്തിൽ ശുബ്ഹത്തിന്റെ മാല് വർദ്ധിച്ചു വരുന്ന കാലം. ഹറാം ഉറപ്പുള്ളതൊരിക്കലും നമ്മൾ തൊട്ടുപോകരുത്. പരമാവധി ഹലാല് തന്നെ കഴിക്കുമെന്നുള്ള നല്ല ബോധം വേണം. മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാം കഴിച്ചു വളർന്ന ശരീരം നരകത്തിലേക്കുള്ളതാണ്. ആ ശരീരത്തിന് പിന്നെ നല്ല ഇബാദത്തുകൾ ചെയ്യാൻ സാധ്യമാകൂല. അതുകൊണ്ട് പണം ഉണ്ടാക്കിയത് നല്ല മാർഗത്തിലൂടെയാകണം, ചെലവഴിക്കുന്നത് നല്ല മാർഗത്തിലാവണം. നല്ല പരിപാടികൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കണം. ഏറ്റവും നല്ല സ്വതക്ക ഏതാണ് നബിയെ? റമളാനിലുള്ള സ്വതക്കയാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവസരം നോക്കിയിട്ട് സമയം നോക്കി ഏറ്റവും നല്ല സ്വതക്ക കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ദീനിൻ്റെ കാര്യങ്ങൾക്ക്, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പ്രയാസപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിന്റെ പണം ചെലവഴിക്കാൻ സാധിക്കണം. മുത്തുനബിയുടെ ക്വാളിറ്റി ആയിട്ട് പഠിപ്പിച്ചത് അതല്ലേ? പ്രയാസപ്പെടുന്നവരുടെ എല്ലാം ഏറ്റെടുത്ത് നിങ്ങളങ്ങ് ചെയ്തു കൊടുക്കും. ആദ്യകാലത്ത് മരണപ്പെട്ടു പോയ മയ്യത്തിനെ ഇവിടെ മുന്നിൽ വെച്ചിട്ട് നബി തങ്ങൾ ചോദിക്കും, ഈ മയ്യത്തിൻ്റെ കട ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഏറ്റെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കും. പിന്നീട് നബി തങ്ങൾ തന്നെ ഏറ്റെടുക്കാറാണ് പതിവ്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ഈ മയ്യത്തിൻ്റെ കടം ഞാൻ ഏറ്റെടുത്തു, നിങ്ങൾ ആർക്കാണോ വേണ്ടത് എന്നോട് ചോദിച്ചാൽ മതി. ജനങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തണം.
പാവങ്ങളെ സഹായിക്കണം. ഈ ഒരു ചിന്തയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതുകൊണ്ട് നമ്മുടെ പണവും ഹറാമിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ കൊടുക്കുന്നതിന് പകരം പരമാവധി നല്ല കാര്യങ്ങളിലേക്ക് പണം കൊടുത്തിട്ട് നമുക്ക് ഈ പണം കൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരെല്ലാം പണം കൊടുത്ത് സ്വർഗം വാങ്ങിയിട്ടുണ്ട്. പണം കൊടുത്ത് സ്വർഗം വാങ്ങിയിട്ടുണ്ട്. പണം കൊണ്ട് സ്വർഗം കിട്ടും. പണക്കാരാവുകയും ദീനിനോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്ന പറഞ്ഞാൽ അത് വലിയ തൗഫീഖാണെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളിയിൽ വന്നിട്ട് പണക്കാരായ ആളുകൾ നിസ്കരിക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, അവർ സകാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, അടിമയെ മോചിപ്പിക്കുന്നു. ഇങ്ങനെ കുറേ കൂലി സമ്പന്നർക്ക് കിട്ടിയപ്പോഴാണല്ലോ മുഹാജിറുകളായ പാവപ്പെട്ട സഹാബികൾ, ഫുഖറാഉൽ മുഹാജിർ, മുഹാജിരിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട സഹാബികൾ നബിതങ്ങളടുത്ത് പരാതിയായിട്ട് വന്നു. നബിയെ, സമ്പന്നരായ സഹാബികളെല്ലാം ദഹബ അഹ്ലുദ് ദുസൂർ ബിദ്ദറജാത്തിൽ ഉലാ, സമ്പന്നരായ സഹാബികൾ വലിയ കൂലി വാങ്ങിപ്പോയി നബിയെ, ഞങ്ങൾ സാധുക്കൾക്ക് കൂലിയില്ല എന്ന് പറഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, എന്താ പ്രശ്നം? നബിയെ, യസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ പണക്കാരും നോമ്പെടുക്കുന്നു. യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു. വയതസദ്ദഖൂൻ വയുഅ്തിഖൂൻ, അവർ സദഖ കൊടുക്കുന്നു, അടിമകളെ മോചിപ്പിക്കുന്നു. ഞങ്ങളെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ കൂലിയില്ലല്ലോ, പണം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കൂലി കുറഞ്ഞു പോയി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. അവർ പണം കൊണ്ട് കൊടുത്ത് വാങ്ങുന്ന വലിയ കൂലി നിങ്ങൾ ഇത് ചെയ്താൽ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത്? നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലയും 33 അല്ലാഹു അക്ബറും ഇതെല്ലാം ചൊല്ലിയിട്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ സമ്പന്നരായ ആളുകൾ പണം കൊണ്ട് സ്വതക്കയും സക്കാത്തും അടിമയുടെ മോചനവും ഇങ്ങനെ അവർ എന്തെല്ലാം കൂലി വാങ്ങുന്നുവോ ആ കൂലി നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കണം. നിസ്കരിച്ചാൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോകരുത്. ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു തിരക്കുള്ളവർ സ്വാഭാവികം അവർ പോകാം, തിരക്കുണ്ടായി. ഇല്ലെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തൊന്ന് ഇരിക്കാൻ മടിയാണ്. കാരണം ശൈത്താൻ വിടൂല. അവിടെ തന്നെ ഇരുന്നാൽ അവൻ്റെ പാപം പുറത്തു വിട്ടും. ശൈത്താൻ അനുവദിക്കൂല, പുറത്തു വിട്ടരുതല്ലോ. അപ്പോൾ അവനെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്തെങ്കിലും ഒരു വിഷയം പറയും. അതുകൊണ്ട് നിസ്കാരത്തിന് വരുമ്പോൾ എല്ലാ ഷുഗലുകളിൽ നിന്നും മാറിയിട്ടാണ് വരേണ്ടത്. അതുകൊണ്ടല്ലേ ബാത്റൂമിൽ പോകാനുള്ള ആളുകളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. അതോടുകൂടി വല്ല കറാഹത്താ. എന്തുകൊണ്ടാ? നിസ്കരിച്ച് ഉടനെ തന്നെ പിന്നെ അവൻ അത് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള കൂലിയൊക്കെ അവന് നഷ്ടപ്പെട്ടു. ഫോൺ വിളിച്ചിട്ട് ഒരാളെ ഫോൺ വിളിച്ച് കിട്ടിയില്ല, പിന്നെ വന്ന് നിസ്കരിച്ചാൽ അയാൾ നിസ്കാരത്തിലായിരിക്കും വിളിക്കുക. അപ്പോൾ നമ്മളെ ചിന്തയൊക്കെ ആ മനുഷ്യൻ അയാളെ ഫോണിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒന്നുകിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിലേക്കൊക്കെ നിൽക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കിട്ടിയിട്ട് അദ്ദേഹത്തിന് മെസ്സേജെങ്കിലും കൊടുത്തതിന് ശേഷം ഫോൺ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് സൈലൻ്റ് ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിസ്കരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഷുഗലായി പോകും, നമ്മൾ ആ ഒരു ശ്രദ്ധയിലായി പോകും. നമ്മളെ ഇബാദത്തിൻ്റെ രസവും മധുരവും കുറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സാധുക്കളായ സഹാബികളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കൂ, എന്നിട്ട് ഇതെല്ലാം ചൊല്ലൂ. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിസ്കരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെപ്പോലെ പ്രമുഖരായ സഹാബികൾ അവർ ഒന്നാമത്തെ സഫിലുണ്ട്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് വേഗം സുന്നത്ത് നിസ്കരിക്കുകയാണ്. എണീച്ചു പോയിട്ടില്ല അയാൾ. അദ്ദേഹം ഈ ദിക്റൊന്നും ചൊല്ലാതെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വേഗം അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഒന്നാമത്തെ സഫിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേരെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഒറ്റ തട്ട് കൊടുത്ത് ഇരിക്കവിടെയാണ്. ഫഹസ്സഹു ഹസ്സതൻ വഖാല ഇജ്ലിസ്, ഇരിക്കവിടെയാണ്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ ഹലക മൻ ഹലക ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ്,
അഹ്ലി കിതാബിൽപ്പെട്ട നിങ്ങളുടെ മുൻഗാമികൾ പലരും നശിച്ചുപോയത് അവരെ നിസ്കാരത്തിനിടയിൽ ഗ്യാപ്പില്ലാത്തത് കൊണ്ടാണ്. നിസ്കരിച്ച് ഉടനെ നിസ്കരിച്ച ദിക്റല്ലേ, പെട്ടെന്ന് എഴുന്നേൽക്കണോ, ഇരിക്കവിടെ എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എണീച്ചു പോയ ആളോടല്ല, ഫർള് നിസ്കാരം കഴിഞ്ഞ് ദിക്റല്ലാതെ എഴുന്നേറ്റ ആളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ദിക്റല്ലാണ്. എല്ലാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അസാബല്ലാഹു ബിക യബ്നൽ ഖത്താബ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളിലൂടെ അല്ലാഹു തആല സത്യം വെളിവാക്കിയിരിക്കുന്നു, നിങ്ങൾ ചെയ്തതാണ് ശരി. അദ്ദേഹം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലായിരുന്നു. ദിക്ർ ചൊല്ലേണ്ട സമയത്ത് ദിക്ർ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ആ സ്ഥലത്ത് ഇരുന്നാൽ തന്നെ കൂലി, നമ്മളെ പാപങ്ങൾ പുറത്ത് കിട്ടും, നമുക്ക് കൂലി കിട്ടുകയാണ്. നമ്മളെ അനുവദിക്കൂല ശൈത്താൻ, എങ്ങനെങ്കിലൊക്കെ എഴുന്നേൽപ്പിച്ച് അത് ഇല്ലാതെയാക്കി കളയും. അപ്പം ഈ പാവപ്പെട്ട സഹാബികൾ വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ, ഞങ്ങളെ അമല് അവരെ അമൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണല്ലോ, അവരൊക്കെ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, വേറെ സമ്പത്ത് കൊണ്ട് ഒരുപാട് കൂലി വാങ്ങുന്നു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോളൂ. ഈ പാവങ്ങളായ സ്വഹാബികൾ എന്ത് ചെയ്തു, ഇവർ പിന്നീട് നിസ്കാര ശേഷം ഈ ദിക്റും സ്വലാത്തൊക്കെ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി, ഈ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. സമ്പന്നരായ സ്വഹാബത്ത് ഇത് കണ്ടു. ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്പെഷ്യൽ എന്തോ ഇവർ നിസ്കാര ശേഷം ചൊല്ലുന്നുണ്ടല്ലോ. പൈസക്കാരായ ആളുകൾ ഇത് കാണുകയാണ്, സ്വഹാബികൾ. അവരിത് പഠിച്ചു. അവർ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹയാണ്, അൽഹംദുലില്ലാഹയാണ്, അല്ലാഹു അക്ബറാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ പിറ്റേന്നത്തെ ദിവസം മുതൽ സമ്പന്നരായ സ്വഹാബികളും പള്ളിയിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും ചൊല്ലാൻ തുടങ്ങി. അപ്പം ഈ പാവങ്ങളായ സ്വഹാബികൾ വീണ്ടും പോയി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇപ്പോഴും അവർക്ക് തന്നെയാണ് കൂലി കൂടുതൽ. കാരണം അവർ സ്വതക്കയും കൊടുക്കുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യം നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും അല്ലാഹു അക്ബർ അതും അവർ ചൊല്ലുന്നുണ്ടല്ലോ. അതൊരു തൗഫീഖാണ്. പൈസ ഉണ്ടാവുകയും ദീനിനോടും നിസ്കാരത്തോടും പടച്ചവനോടും പള്ളിയോടൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാൻ്റെ ഒരു ഔദാര്യാട്ടോ. യുഅ്തീഹി മൻ യശാ, അള്ള ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അവർക്ക് കൂടുതൽ കൂലി കിട്ടട്ടെ. കാരണം അവരെ മൈൻഡ് പണം ഉണ്ടായിട്ട് ആ പണം കൊണ്ട് അവർ അള്ളാനെ മറന്നുപോയില്ലല്ലോ. അവർ ആ പണവും കൊണ്ടും ഇബാദത്തെടുക്കുന്നു, ശരീരം കൊണ്ടും ഇബാദത്തെടുക്കുന്നു. അത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു ഫളിലാണ്. അതിൽ നമ്മളൊന്നും പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സമ്പത്തുണ്ടാവുകയും ഇതും കൂടെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഭയങ്കര പവറാണതിന്. അങ്ങനെ നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, മൂന്നാമതൊരു അമാനത്തുണ്ട്, ജനങ്ങളോട് കാണിക്കേണ്ട മൂന്നാമത്തൊരു അമാനത്ത്. അതെന്താണത്? അല്ലാ യുഫ്ശിയ അലന്നാസി ഉയൂബഹും, ജനങ്ങളെ ഐബുകൾ, കുറവുകൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഫ്ലാഷാക്കി നാട്ടുകാരെ മുമ്പിൽ അതിങ്ങനെ പരസ്യപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാവരുത്. നിന്റെ ന്യൂനത ആരും അറിയരുത് എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അവരുടെ സ്വകാര്യതയിൽ അവർക്കൊരു സ്വകാര്യത തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. മറ്റൊരാളുടെ കുറവുകൾ നോക്കിയിട്ട് നീ അതെല്ലാം നാട്ടുകാരോട് പറഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കരുത്. അതിന് ഈ സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതയാണ്. ന്യൂനതയില്ലാത്ത മനുഷ്യരാരാണ്? കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യരാരാണ്? എല്ലാവർക്കും ന്യൂനതകളുണ്ട്. എനിക്കുള്ള ഒരു ന്യൂനത അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ന്യൂനത നിങ്ങൾക്കുണ്ടാകും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഏറ്റവും പൂർണ്ണനായ അൽ ഇൻസാനുൽ കാമിലായ മുത്തുനബി അല്ലാത്തവർക്കെല്ലാം കുഴപ്പങ്ങളുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇനി ഒരാളുടെ ന്യൂനതയെ നാട്ടിലാകെ പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. ഫത്തിശ് ഉയൂബക ഖബ്ലൽ ഐബി ഗൈറക മൻ കുല്ലി മിനൻ നാസി മിൻ ഐബില്ലഹു സലിമാ.
അയവില്ലാത്ത ലോകത്ത് ആരാണുള്ളതൊന്ന് പറഞ്ഞുതാ എനിക്ക്. അതുകൊണ്ട് നീ നിന്റെ തന്നെ കുറവുകളെയാണ് അന്വേഷിക്കേണ്ടത്. എത്ര കുറവുകളാണ് നമുക്കുള്ളത്, നമുക്കെത്ര ന്യൂനതകളാണുള്ളത്. പക്ഷെ ആ ന്യൂനതകൾ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിലെ എല്ലാ കുഴപ്പങ്ങളും കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പവറുള്ള കണ്ണു നമുക്കുണ്ട്. സ്വന്തത്തെക്കുറിച്ചൊന്ന് നോക്കാൻ കാഴ്ചയുള്ള കണ്ണില്ല. ആ കണ്ണാണ് വേണ്ടത്, അകക്കണ്ണാണ് വേണ്ടത്. സ്വന്തം ശരീരത്തിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ണ് വേണം. അതുകൊണ്ടാണ് സബൂറിൽ കാണാം, നീ നിന്റെ സമയത്തിൽ കുറച്ചു സമയം നിന്റെ ന്യൂനത പറഞ്ഞു തരുന്നൊരു നല്ല കൂട്ടുകാരൻ്റെ കൂടെ പോയിരിക്കണം. നമുക്കാർക്കോ കഴിയോ? നമ്മളെ ഉഷാറാക്കി പറയുന്ന ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞിട്ട് പുകഴ്ത്തുന്ന ആളെടുത്ത് എത്ര നേരം പോയിരിക്കാൻ നമുക്ക് നല്ല ആവേശം ഉണ്ടാവും. നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന ഒരാളെടുത്ത് പോയിരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങോട്ട് ഒന്ന് ഉപദേശിക്കുന്ന, നമ്മുടെ കുഴപ്പം പറഞ്ഞു തരുന്ന ഒരാളോട് നമുക്ക് എത്ര താല്പര്യം ഉണ്ടാവുക? നമ്മൾ പറയും ഈ പുതിയ കുട്ടികളോടൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന്. പുതിയ കുട്ടികളോട് മാത്രമല്ല, നമ്മളോടും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആരെങ്കിലും കുറച്ച് ഉപദേശിച്ചാൽ നമുക്ക് പിടിക്കുമോ? ഞാൻ ചെയ്ത് തന്നെയാണ് ശരി എന്ന ഒരു വാദം നമുക്കുണ്ടാവില്ലേ? പുതിയ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, അതെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കുഴപ്പം നമുക്കറിയില്ല എന്നുള്ളതാണ് ബാക്കിയുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. നമ്മളാരെങ്കിലും ഉപദേശിച്ചു നോക്കട്ടെ, പള്ളിയുടെ കമ്മിറ്റിയുള്ള ഒരാളോട് നിങ്ങളാ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കൂല. എന്നാ പിന്നെ അയക്കുമെന്ന് പറയും. അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിന് ഈ പറഞ്ഞത് ശരിയായിട്ടില്ല എന്നുള്ളതാണ്, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളോട് എല്ലായിടത്തും അദ്ദേഹം ഉണ്ടാവും, ശരിയാണ്. പക്ഷെ ഏതോ ഒരു പ്രശ്നം വന്നപ്പോൾ, പാളിച്ചു വന്നപ്പോൾ നാട്ടിലാരോ ഒരു പ്രവർത്തനം പ്രവർത്തിക്കാത്ത ഒരാൾ പോയിട്ട് പറഞ്ഞു നീ ആ ചെയ്തത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തോട് ചൂടായിട്ട് കാര്യമുണ്ടോ? ചിലപ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ക് സമയം മാറിയിട്ട് കൊടുത്താൽ പള്ളിയിലേക്ക് ആദ്യം ഓടി വരിക ഇന്നേ വരെ ജമാഅത്തിന് വരാത്ത ആളായിരിക്കും. നിങ്ങളെന്താ സമയം മാറി വാങ്ക് കൊടുത്ത് നയിക്കും? ചെറിയ പിസ്താഹ് ഒരിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. 12:30 വിചാരിച്ചിട്ട് മുഅദ്ദിൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 11:30 വാങ്ക് കൊടുത്തു പോയി. പള്ളീൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ ഇന്നേ വരെ പള്ളിയിൽ അദ്ദേഹം ജമാഅത്തിന് വന്നിട്ടില്ല. പക്ഷെ അയാൾ ഓടിയോണ്ട് വന്നിട്ട് നിങ്ങൾക്ക് സമയം അറിയില്ലേ, സമയമാകുമ്പോഴല്ലേ വാങ്ക് കൊടുക്കേണ്ടത്, ഇത് ചോദ്യം ചെയ്യാൻ അദ്ദേഹം പള്ളിയിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇന്നേ വരെ പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഇങ്ങനെയും കൊടുക്കും, ഞാൻ അപ്പോഴും കൊടുക്കും എന്ന് പറയല്ല വേണ്ടേ? എൻ്റെ അടുത്ത് നിന്ന് ശരിയാട്ടോ, നിങ്ങളെ ശ്രദ്ധിച്ചത് നന്നായിട്ടുണ്ട്. അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമാണത്. എല്ലാവരും എല്ലാ നല്ല കാര്യം കൂടി ചെയ്തോളണമെന്നില്ല. അപ്പോൾ തീരെ സേവന പ്രവർത്തനത്തിൽ ഇല്ലാത്ത ഒരാളായിരിക്കും സേവന പ്രവർത്തനത്തിൽ 30 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ തെറ്റ് ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ പറയും നീ ഇന്നേ വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്നെ ഉപദേശിക്കാനാണ് വന്നിട്ടുള്ളത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞ 30 കൊല്ലത്തെ പരിചയമുണ്ട്. ഇതല്ല അവിടെ പറയേണ്ടത്. അപ്പോൾ ഉപദേശം വല്ലാതെ ആർക്കും ഇഷ്ടമല്ല. അത് പുതിയ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, അത് പുതിയ ആളുകൾക്ക് മാത്രമൊന്നുമല്ല, അത് പലർക്കും ഇഷ്ടമല്ല. എന്നാൽ അത് ഇഷ്ടപ്പെടണമെന്നാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ. അവർക്ക് അവരെ സമയത്തെ വിഭജിച്ചിട്ട് കുറഞ്ഞ സമയം ന്യൂനത പറഞ്ഞു തരാൻ പറ്റിയ ആളെടുത്ത് പോയിരിക്കണം എന്ന് സബൂറിലുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ കിതാബായ അൽ ഇസ്തിഅദാദുൽ യൗമിൽ മആദിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂനത പറഞ്ഞു തരാൻ പറ്റിയ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് പോയിരിക്കണം. നമുക്കത് തീരെ ഇഷ്ടമുണ്ടാവില്ല, അവിടെ നമ്മൾ പോയിരിക്കൂല. നമ്മുടേത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മറ്റൊരാളുടെ ന്യൂനത നമ്മളത് ഒരാളോടും പറയരുത്. മൻ സതറ ഐബ അഖീഹി സതറഹുല്ലാഹു യൗമൽ ഖിയാമ. മറ്റൊരു മനുഷ്യൻ്റെ ന്യൂനതയെ മറച്ചു വെക്കാൻ നീ എത്ര പരിശ്രമിച്ചോ, നിന്റെ ന്യൂനതകൾ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ മറച്ചു വെക്കും. നമുക്കെത്ര ന്യൂനതയുണ്ട്, നമുക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്. നമ്മളെ കുഴപ്പങ്ങളെല്ലാം കൂടെ ജനങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ മാന്യന്മാരായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ കാര്യത്തിൽ ഒരു പ്രയാസവും തോന്നാതെ മറ്റുള്ളവരെല്ലാ കാര്യത്തിലും ഇടപെടുന്നതിന് പകരം നമ്മുടെ തന്നെ കുറേയൊക്കെ അളക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ് വേണ്ടത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെയാണത് പറഞ്ഞത്. നിങ്ങളുടെ ന്യൂനത നോക്കുക, മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായാൽ
അത് സമൂഹത്തോട് ചെയ്യുന്ന, സമൂഹത്തിന് മേൽ നിങ്ങൾക്കുള്ള അമാനത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയവരായി മാറും. അല്ലാഹു തആല അമാനത്ത് വീട്ടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിലേക്ക് മനുഷ്യരെ ഏറ്റവും നന്നായി അടുപ്പിക്കുന്ന അമല് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് സിദുഖുൽ ഹദീസ് വ അദാഉൽ അമാന. അമാനത്ത് വീട്ടലും അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയണം. അപ്പോൾ ആ സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഓക്കെ, ഞാൻ നല്ല സത്യം മാത്രം പറഞ്ഞോളാം, അമാനത്തൊക്കെ വീട്ടി ജീവിച്ചോളാം, എന്നാൽ ഇനി എന്തെങ്കിലും എന്നെ ഉപദേശിക്കാണ്ടോ? ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സത്യസന്ധനായി ജീവിച്ച് വിശ്വസ്തനായി ജീവിച്ച് ഇനി നീ ചെയ്യേണ്ട കാര്യം സ്വലാത്തുൽ ലൈൽ വസൗമുൽ ഹവാജിർ. രാത്രിയിൽ നീ എഴുന്നേറ്റ് നിസ്കരിക്കണം, നല്ല ചൂടുള്ള സമയത്ത് നീ നോമ്പെടുക്കണം. ഇത് അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന കാര്യമാണ്. നല്ല ചൂടാണ് ഇപ്പോഴുള്ളത്, പുറത്തിറങ്ങിയാൽ ഈ ചൂടുകാലത്തുള്ള നോമ്പിന് കൂലി കൂടുതലാണ്. ഈ ചൂടോടുകൂടെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിൽ നിന്ന് വലിയ കൂലി ലഭിക്കും. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം ഇങ്ങനെ തൻ്റെ പരിചാരികരോടുകൂടെ നടന്നു പോവുകയാണ്. ആ നടത്തത്തിൽ വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാകുമോ എന്നൊന്ന് പോയി നോക്കൂ, അവരെയും കൂടെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കൂട്ടാമല്ലോ എന്ന് പറഞ്ഞു. അവരങ്ങനെ പോകുന്നതിനിടയിലാണ് ഒരാൾ ഉച്ചയ്ക്ക് ചൂടുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുന്നത് കാണുന്നത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. കൊണ്ടുവന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ ചാരയെത്തിയപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാം. ആ മനുഷ്യൻ പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും രാജാവായ അല്ല എന്നെ വിളിച്ചു കഴിഞ്ഞു. സുന്നത്ത് നോമ്പെടുക്കാൻ എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ നോമ്പുകാരനാണ്. എനിക്ക് ഈ ഭക്ഷണം ഇപ്പോൾ വേണ്ടതില്ല, ഞാൻ നോമ്പുകാരനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ഇപ്പം ഈ നല്ല ചൂടുള്ള സമയത്ത് നോമ്പങ്ങ് മുറിച്ചേക്കൂ, പ്രശ്നമില്ലല്ലോ, സുന്നത്ത് നോമ്പല്ലേ. ആ മനുഷ്യൻ പറഞ്ഞു, ഈ ചൂടല്ല എൻ്റെ വിഷയം. സുംതുൽ യൗമിൻ കാന അശദ്ദ ഹർറം മിൻ ഹാദൽ യൗം. നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്നത്തെ ചൂട് ഇന്നത്തെ ദിവസത്തേക്കാൾ എത്രയോ മടങ്ങ് ചൂടാണ്. അന്ന് സൂര്യൻ തലക്കുമീതെ ഉദിക്കുന്ന ദിവസമാണ്, പലരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ദിവസമാണ്. അന്നത്തെ ആ ചൂടെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇവിടത്തെ ചൂടെനിക്ക് പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഞാൻ അന്നത്തെ ചൂടിനെ ഭയപ്പെട്ടാണ് ഇന്ന് ഞാൻ നോമ്പുകാരനായത്. ഇത് വല്ലാത്തൊരു ഈമാനാണ്, ഇത് വല്ലാത്തൊരു വിശ്വാസമാണ്. ആ നിലക്കുള്ള നോമ്പാണ് നമ്മുടെ നോമ്പാകേണ്ടത്. ഇപ്പോൾ നല്ല റാഹത്താണ്, രാവിലെ അങ്ങ് ഉച്ചവരെ അങ്ങ് കിടന്നുറങ്ങുക, എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ നോമ്പും തുറന്ന് രാത്രിയൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്ന, വിശപ്പ് പോലും ശരിയായിട്ടൊന്നും അനുഭവിക്കാത്ത നോമ്പ്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യർ അവരെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും നോമ്പുകാരനാണെന്ന് അവനെ അറിയിച്ചു കൊണ്ടിരിക്കും. അവനാ നേരത്തെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാജിസീബിഹി എന്ന് പറയുന്ന കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു നോമ്പ് നോൽക്കുന്നവനാകണം. അവനും ധാരാളം ഇബാദത്തുകൾ എടുക്കണം, അവൻ ധാരാളം നിസ്കരിക്കണം. ഇങ്ങനെ ശരീരം റമദാൻ മാസത്തെ ശരിക്ക് അനുഭവിച്ചൊരു നോമ്പ്, ആ നോമ്പിന് നല്ല കൂലിയുണ്ടത്, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് 90-ൽ പരം വെട്ടേറ്റ് കിടക്കുകയാണ്. 33-കാരനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 33-ാം വയസ്സിലാണ് ഷഹീദാകുന്നത് മുഅ്തദ് യുദ്ധത്തിൽ. 33 വയസ്സ്, നല്ല ചെറുപ്പമുള്ള സമയം. യുവാക്കളെ കൊണ്ട് ദീനിന് കിട്ടിയ
കരുത്ത് ചെറുതല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അങ്ങനെയുള്ള യുവാക്കളോടാണ്. ഇന്നി ഉഹിബ്ബു ശൈഖ ത്വാഇഅ, നല്ല അനുസരണയുള്ള ഇബാദത്തെടുക്കുന്ന പ്രായമുള്ള വൃദ്ധന്മാരോട് എനിക്ക് ഇഷ്ടമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഹുബ്ബി ലിശ്ശാബി ത്വാഇ അശദ്, എന്നാൽ അവരെക്കാൾ എനിക്കിഷ്ടം നല്ല ചെറുപ്പക്കാരനായ ഇബാദത്തെടുക്കുന്ന ആളോടാണ്. യുവത്വത്തിൽ അവൻ്റെ മൈൻഡിനെ മാറ്റിക്കളയാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ വെച്ചിട്ട് അവൻ 5 വക്ത് നിസ്കരിക്കാൻ വരുന്നു, അവൻ നോമ്പെടുക്കുന്നു, അവൻ ഖുർആൻ ഓതുന്നു, അവൻ സാന്ത്വന പ്രവർത്തനത്തിന് വരുന്നു. ആ യുവാവിനോടുള്ള സ്നേഹം പ്രായാധിക്യത്തിൽ പള്ളിയിൽ വരുന്ന ഇബാദത്തെടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് ആ ചെറുപ്പക്കാരനോടാണ് ഇഷ്ടം. അപ്പൊ യുവാക്കളോട് അള്ളാഹുവിനുള്ള താല്പര്യം അത് വലിയ താല്പര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് അവരൊന്നും ചെയ്യുന്നില്ല, അവരൊക്കെ എപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്നു, അവരൊന്നിനും പറ്റൂല, അവരൊന്നിനും പറ്റില്ല എന്ന ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞ് അവരൊന്നും കൊള്ളാത്തവരും നമ്മളെല്ലാത്തിനും പറ്റിയവരായി വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ നിസ്കരിക്കുന്നതും അവരെ വന്നിട്ട് 5 വക്തിന് നിസ്കരിക്കാൻ വരുന്ന തന്നെ വലിയ കൂലിയായിരിക്കും. കാരണം അവരെ പ്രലോഭിപ്പിക്കുന്ന, അവരെ ഇതിൽ നിന്ന് തട്ടിമാറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് യുവാവ് പള്ളിയിൽ ജമാഅത്തിന് വരുന്നത്. പ്രായമായ ആൾക്ക് ഇനിയൊന്നും ബേജാറാകാനില്ല, ഇനിയും മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അവസാനത്തെ ഒരു രീതി എന്ന നിലയ്ക്ക് അവൻ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു. പക്ഷെ യുവാവിന് അങ്ങനെയല്ലല്ലോ. അവനെ 4 ഭാഗത്തൊന്നും വലിച്ചു കൊണ്ടുപോകാൻ, പ്രലോഭിപ്പിക്കാൻ ധാരാളം സാഹചര്യങ്ങളുണ്ടായിരിക്കെ അവൻ മൗലിദിൻ്റെ സദസ്സിൽ വരുന്നു, അവൻ ഇഹ്യാ ഉല്ലൈലിൻ രാത്രിയെ ഹയാത്താക്കാൻ വരുന്നു, അവൻ പള്ളിയിൽ തറാവീഹിനും ജമാഅത്തിനും വരുന്നു, അവൻ സാന്ത്വന പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നു. ഇത് വലിയ പവറായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല അമലൊക്കെ ചെയ്ത് ജീവിക്കുക. അത് തൻ്റെ യുവത്വകാലത്ത് തന്നെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹ്ക്ക് അവനോട് വലിയ ഇഷ്ടമായിരിക്കും. എല്ലാവരും നല്ലത് തന്നെ ചെയ്യണം, ചെറുപ്പത്തിലേ അങ്ങനെ വരണം. നമ്മളൊക്കെ പ്രായമായ ആളുകളെ നമ്മുടെ യൗവനവും നമ്മുടെ കുട്ടിക്കാലൊക്കെ ഒന്ന് ആലോചിക്കണം, നമ്മളെങ്ങനെയായിരുന്നു, എന്നിട്ടേ ബാക്കിയുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്താനും അവരെ കൊച്ചാക്കാനൊക്കെ പാടുന്നു. നമ്മളെ പഠനകാലത്ത്, നമ്മുടെ യുവത്വകാലത്ത്, നമ്മുടെ ചെറിയ കാലത്ത് ഇത്രയൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അന്നൊരു ബാറ്റും ബോളും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇന്നത് മാത്രമല്ല, ഇന്ന് അവനെ കൊണ്ടുപോകാൻ ഒരുപാട് ടീമുണ്ട്. അതിനിടയിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരന് നന്നാവണമെന്ന് വിചാരിച്ചാൽ ഭയങ്കര പ്രയാസമുള്ളൊരു സമയമാണെന്ന്. എന്നിട്ടും പള്ളിയിൽ വരുന്ന ആളുണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. ചില ആളുകളെ റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് തള്ളു, അത് തള്ളാൻ പാടില്ല. റമദാൻ സ്പെഷ്യൽ ആവണമല്ലോ. റമദാനിൽ പ്രത്യേകമായൊരു താല്പര്യത്തിൽ പള്ളിയിൽ വരണ്ടേ. റമദാൻ സ്പെഷ്യൽ ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല, അതൊരാളെ ക്വാളിറ്റിയാണ്. റമദാനെ പരിഗണിച്ചതിൻ്റെ പേരിലല്ലേ ഒരു യഹൂദിയായ മനുഷ്യൻ സ്വർഗത്ത് പോയത്. തൻ്റെ മകൻ അങ്ങാടിയിൽ വെച്ചിട്ട് വിശുദ്ധ റമദാനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇത് മുസ്ലിമീങ്ങൾ പവിത്രമായ റമദാൻ മാസല്ലേ, നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണോ എന്ന് പറഞ്ഞ് മകനെ അവിടുന്ന് ആട്ടി ഓടിച്ചതിൻ്റെ പേരിലല്ലേ അദ്ദേഹം മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയെന്ന് ചരിത്രത്തിൽ കാണുന്നത്. അത് റമദാനോടുള്ളൊരു ആദരവിൻ്റെ ഭാഗമാണത്. അങ്ങനെ ആരെങ്കിലും സ്പെഷ്യലായിട്ട് പള്ളിയിൽ വരികയോ കുറച്ച് കൂടുതൽ ഖുർആൻ ഓതുകയോ ചെയ്യുമ്പോൾ അവനെ കണ്ണുരുട്ടി നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തല്ല വേണ്ടത്. അങ്ങനെ വന്നല്ലോ, അത് അദ്ദേഹം ചെയ്ത നല്ല നന്മയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടത്. കാരണം ചില സമയത്തിനും സ്ഥലത്തിനും ചില വസ്തുക്കൾക്കൊക്കെ അല്ലാഹു തആല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. പള്ളിയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പവറുള്ളതല്ലേ. പുറത്തിരിക്കുന്നതിനേക്കാളും നല്ല റാഹത്തല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇരുത്തത്തിന് കൂലിയില്ലേ. അങ്ങനെ ഓരോന്നിനും ഓരോന്നിൻ്റെ അദബും ചിട്ടയും പാലിക്കുന്നതും അതിനെ പരിഗണിക്കുന്നതും അത് കളിയാക്കേണ്ട കാര്യമേ അല്ല. അല്ലാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യം ആണ് സ്വലാത്തുൽ ലൈൽ വസൗമുൽ ഹവാജിർ, ചൂടുള്ള സമയത്തുള്ള നോമ്പ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 33 വയസ്സുള്ള സമയത്ത് മൂത്തതിൽ 90-ലേറെ വെട്ടേറ്റ് കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ഒരാളൊരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാ ഇനി ഏതായാലും മരിക്കാൻ കിടക്ക്, കുറച്ച് വെള്ളം കുടിച്ചോളൂ. അപ്പം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്.
ഇവിടെ വെച്ചോളൂ വെള്ളം, മഗ്രിബ് വരെ പടച്ച റബ്ബ് എനിക്ക് ആയുസ് തന്നാൽ ഞാൻ ആ വെള്ളം കുടിച്ചോളാം. പക്ഷെ ആ സമയം കിട്ടിയില്ല. മഗ്രിബിന് മുമ്പ് നോമ്പുകാരനായിട്ട് 90-ലേറെ വെട്ടേറ്റിട്ട് മഹാനവറുകൾ ഷഹീദായി പോവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തദിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ ക്യാപ്റ്റൻ അത് സയ്യിദ് ഇബ്നു ഹാരിസയാണ്. അവർ കൊല്ലപ്പെട്ടാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബാണ്. അവർ കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. അവരും കൊല്ലപ്പെട്ടാൽ പിന്നെ നിങ്ങളൊരാളെ അമീറാക്കുക, എന്നിട്ട് നിങ്ങളങ്ങ് യുദ്ധം ചെയ്തോളൂ എന്നാണ്. ആ വാക്കിൽ തന്നെ അറിയാം ഒന്നാമത്തെ സയ്യിദ് ഇബ്നു ഹാരിസ് തങ്ങൾ ഈ യുദ്ധത്തിൽ ഷഹീദാകും. രണ്ടാമത്തെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഷഹീദാകും. മൂന്നാമത്തെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും ഷഹീദാകും. ഇത് അറിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. നമ്മൾ പോവോ? നമുക്കെന്തോ ഒരു അപകടം വരാനുണ്ട് എന്നറിഞ്ഞാൽ നമ്മളങ്ങനെ പോവോ? വെറുതെയാണോ ഈ സ്വഹാബത്തിനൊക്കെ ഇത്ര പവിത്രതയുള്ളത്? ബദരീങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര മഹത്വം കിട്ടിയത്? അവരുടെ ഈമാനും തഖ്വയും പടച്ച റബ്ബിനോടുള്ള താല്പര്യമാണ്. ബദർ ശുഹദാക്കളിൽ 14 പേരിൽ 2 പേര് കാണാം. ഒന്ന് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. ഉമൈർ ഇബ്നു അബീ വഖാസ് പറഞ്ഞാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ്. സഅദിൻ, സഈദിൻ, സുബൈരിൻ എന്ന് പറയുന്ന സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ അനിയൻ സഹോദരനാണ് ഉമൈർ ഇബ്നു അബീ വഖാസ്. നബി തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ കുട്ടികളെ മൊത്തം ഇങ്ങനെ നോക്കിയിട്ട് മാറ്റി നിർത്തി. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ബദറിൽ നിങ്ങൾ വരണ്ട, നിങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ ഉമൈർ ഇബ്നു അബീ വഖാസ് ചെറിയ കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ കാലുമലിങ്ങനെ വലിയ ആളായിട്ട് നിന്നു. ജ്യേഷ്ഠൻ ചോദിച്ചു, എന്താ എങ്ങനെ നിൽക്കുന്നതെന്ന്. അഖാഫ് അൻ യസ്തസ്ഖിറനി, നബിതങ്ങൾ എന്നെ കുട്ടിയായി വിചാരിച്ച് എന്നോട് പോകാൻ പറയാമെന്നുള്ള പേടിയാണ്. പക്ഷെ കൂട്ടത്തിൽ വെച്ച് നബിതങ്ങൾ കണ്ടു. ഉമൈർ ഇബ്നു അബീ വഖാസ് തങ്ങളോട് പറഞ്ഞു, നീ പോയിക്കോ, വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ആ കുട്ടി അങ്ങ് കരഞ്ഞു അവിടെ വന്നിട്ട്, എനിക്ക് ലഅല്ലല്ലാഹ യർസുഖ്നി ഷഹാദ, എനിക്ക് ഈ ബദറിന് ഷഹാദത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് താല്പര്യം നബിയെ, എന്നെ മടക്കി വിടല്ല. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ കൂട്ടാണ്. ഇത് ടൂർ പോകുമ്പോൾ കൊടൈക്കനാൽക്ക് ഊട്ടിക്കോ പോകുമ്പോൾ കൊണ്ടുപോകാത്തതിനുള്ള കരച്ചിലല്ല, ഇത് മരിക്കാൻ പോവുകയാണെന്നുള്ള ആ പോരാട്ടത്തിന് പോകുമ്പോൾ ഈ കുട്ടിയുടെ ഈമാൻ നോക്കൂ നിങ്ങൾ. ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ആ ബദറിൽ ഷഹീദായി. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ ഈമാൻ ചെറിയ ഈമാനല്ല. ബദരീങ്ങൾക്ക് വെറുതെ അല്ല ഈ സ്ഥാനം കിട്ടിയത്. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ബദരിൽ ഷഹീദായ മറ്റൊരു സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ. ബദരിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ കയ്യിൽ കാരക്കയും പിടിച്ച് ആ കാരക്ക ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉമൈർ ഇബ്നു അൽ ഹുമാം റളിയല്ലാഹു അൻഹു ആ കാരക്കയെല്ലാം നിലത്തേക്കിട്ടങ്ങോട്ട് ഓടുകയാണ്. ഇനി ഇത് തിന്നു തീർക്കുന്ന കാലമത്രയും ഇവിടെ ജീവിക്കുന്നത് കുറേ ടൈമായി പോകും. എനിക്കിനിയും കൂടുതൽ ജീവിതം വേണ്ട. തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക പോലും താഴോട്ടിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഷഹാദത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചോടിയതാണ് അവരും ആ ബദറിൽ ശുഹദായിൽ പെട്ടുപോയി. വെറുതെയല്ലോ അസ്ഹാബുൽ ബദറിന് വലിയ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത്. ഇഫ്അലൂ മാ ശിഅ്തും, നിങ്ങൾ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോളൂ. വഖദ് ഗഫറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തിട്ടുണ്ട്. ഇത് വെറുതെ പുറത്തതല്ല. അവരുടെ ഈമാനും തവക്കുലും അവരുടെ ആ വിശ്വാസവും ഇതെല്ലാം കൊണ്ട് അവർ നേടിയെടുത്ത പവറാണത്. അത്രയും നല്ല ഈമാനോടോ ജീവിച്ചവരാണ് അവരെല്ലാം. അതുകൊണ്ട് അവർക്ക് വലിയ സ്ഥാനം കിട്ടി. അങ്ങനെ ചരിത്രത്തിൽ കുറേ ആളുകളെ കാണാം, ചെറുപ്പക്കാരായ സ്വഹാബികളെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരുണ്ട് ഈ ബദർ യുദ്ധത്തിൽ. അവർ 36 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. മഹാനവറുകൾ മരിച്ചപ്പോഴാണ്, വഫാത്തായപ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ബിമൗത്തി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിന്റെ മരണം കാരണം അല്ലാഹുവിൻ്റെ അർശ് പോലൊന്ന് വിറച്ചുപോയി. അത്രയും വലിയ മരണമായിരുന്നു. ജീവിതത്തിൽ ദീനിനു വേണ്ടിയിട്ടെല്ലാം സമർപ്പിച്ച
വലിയ മഹാന്മാരായിരുന്നു അവർ. ത്യാഗപൂർണമായ ഇബാദത്തിന് എപ്പോഴും സ്ഥാന. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന അമല് സ്വലാത്തുൽ ലൈൽ, മറ്റൊന്ന് സൗമുൽ ഹവാജിർ, ചൂടുകാലത്തുള്ള നോമ്പും, മറ്റൊന്ന് രാത്രിയുള്ള നിസ്കാരം. രാത്രി നിസ്കരിക്കണമെങ്കിൽ കുറച്ച് ത്യാഗപൂർവമായ ഒരു മനസ്സ് വേണം. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റണം. അഫ്ശുസ്സലാം, അത്ഇമുത്തആം, സിലുൽ അർഹാം, സല്ലു ബില്ലൈലി വന്നാസു നിയാം, തദ്ഖുലുൽ ജന്നത ബിസലാം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മദീനയിൽ വെച്ച് നബിതങ്ങളടുത്ത് നിന്ന് ആദ്യമായി കേട്ടത് ഞാൻ ഇതാണ്, അഫ്ശുസ്സലാം, സലാം പറഞ്ഞോളൂ, എല്ലാവരോടും സലാം പറഞ്ഞോളൂ. അത്ഇമുത്തആം, ആവശ്യക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തോളൂ. സിലുൽ അർഹാം, കുടുംബബന്ധം പുലർത്തിക്കോളൂ. സല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചോളൂ. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, റാഹത്തായിട്ട് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. രാത്രിയിലെ നിസ്കാരം അത് വലിയ അമല്, കൂലി കൂട്ടി കിട്ടുന്ന അമലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ. എത്ര മഹാന്മാരെ ചരിത്ര കാണുന്നത്. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞിട്ട് രണ്ടാളുകൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെ പറഞ്ഞു, പള്ളിയിൽ ഇപ്പോൾ പോയിട്ടുണ്ട്, അവിടെ പോയാൽ മതിയെന്ന്. ഈ രണ്ടുപേര് ആ പള്ളിയുടെ പുറകിൽ നിന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്നപ്പോൾ നിസ്കാരത്തിലാണ് അവർ. നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ വരുന്ന വിചാരം, ആ ഒരൊറ്റ നിൽപ്പിൽ 400 റക്അത്ത് നിസ്കരിച്ചു മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രാവിലെ പള്ളിയിലേക്ക് വന്നാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഔറാദുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചു പറയും, ആരാണ് ഖുർആൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് വരൂ. അപ്പോൾ ആളുകൾ വരും, അവർക്ക് ഖുർആൻ ഓതി കൊടുക്കും. ളുഹർ വരെ ളുഹർ നിസ്കരിക്കും. പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെയും പള്ളിയിൽ അസർ വരെ. അസർ നിസ്കാരം കഴിഞ്ഞാൽ ഇതുപോലെ അനൗൺസ്മെന്റ് ചെയ്യും, ആർക്കാണ് പള്ളിയിൽ ആർക്കാണ് ഖുർആൻ പഠിക്കേണ്ടത്, ഞാൻ പഠിപ്പിക്കാം. ആളുകൾ വരും, മഗ്രിബ് വരെ ഖുർആൻ പഠിപ്പിക്കും. പിന്നെ മഗ്രിബ് കഴിഞ്ഞാൽ മഗ്രിബ് ഇശാഇന്റെയും ഇടയിൽ മുഴുവനായും ദിക്റും ഖുർആനോത്തും അങ്ങനെ ചെലവഴിക്കും. രാത്രിയിൽ ഇശാവും കഴിഞ്ഞു പോയി ഭക്ഷണം കഴിഞ്ഞ് പിന്നെയും ഇബാദത്ത് തന്നെ. ഇങ്ങനെ ജീവിക്കുന്നവരാണ് മഹാന്മാരായ ആളുകളെല്ലാം. മഹാനായ അബൂബക്കർ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സമയം സഹോദരി വല്ലാത്ത പ്രയാസത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിയോട് പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ പേടിച്ച് കരയണ്ട, ആ റൂമിലിരുന്ന് ഞാൻ 18,000 ഖത്മ് തീർത്തിട്ടുണ്ട്, എൻ്റെ കാര്യത്തിൽ എന്തിനു ഭയപ്പെടണം. റമദാനിൽ 2 ഖത്മ് തീർത്താൽ നമ്മൾ എന്തോ ആയി എന്ന് തോന്നുകയാണ്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. 18,000 ഖത്മ് തീർത്തിട്ടാണ് ഞാൻ മരിക്കാൻ കിടക്കുന്നത്, എൻ്റെ കാര്യത്തിൽ നിനക്ക് ഭയം വേണ്ട എന്ന് അബൂബക്കർ അയ്യാശ് റളിയല്ലാഹു അൻഹു പറയാണ്. നമുക്ക് നമ്മുടെ ഇബാദത്തിൻ്റെ ആ ഒരു പുസ്തകം ഒന്ന് എടുത്തു നോക്കിയാൽ എത്ര പേജ് മറിച്ചിടാൻ പറ്റും. എത്ര നിസ്കാരം, എത്ര നോമ്പ്, എത്ര ഖത്മ് നമുക്കുണ്ടാകും. റമദാൻ കഴിയാൻ പോവുകയാണല്ലോ, എത്ര ഖത്മ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഒരു ദിവസം 2 ഖത്മായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവരെല്ലാം ഒരു ദിവസം 2 ഖത്മ റമദാൻ മാസത്തിൽ. ഏത് ഇമാമുന ശാഫിഈ? ശരീരത്തിൽ തീക്ഷ്ണമായ രോഗം, നമ്മളെന്താ പറയല്, രോഗമൊക്കെ ആയതുകൊണ്ടാണ്, പ്രയാസമായതുകൊണ്ടാണ്. ഇമാം ഷാഫി തങ്ങളുടെ കസേരയ്ക്ക് താഴെ പാത്രം വെക്കാറുണ്ട്. ബാസൂറിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്തം താഴോട്ടിങ്ങനെ ഒലിക്കാറുണ്ട്. ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ തിരക്കുകൾക്കിടയിൽ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ രോഗവും ഈ പ്രയാസമൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ തന്നെയാണ്. രോഗം മാറിയിട്ട് ഞാൻ ഇബാദത്തെടുക്കാം എന്നാണ് അത് സാധിക്കുക? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇബാദത്തെടുക്കാമെന്നോ? നമുക്കത് എന്ന് സാധിക്കും? ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കിടയിൽ നിന്നിട്ട് ഇബാദത്തെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ കൂലി നമുക്ക് ലഭിക്കുക. എല്ലാ റാഹത്തിലും നമുക്ക് ഇബാദത്തെടുക്കാൻ കഴിയുമോ? അന്ന് വേറെ പ്രശ്നങ്ങളുണ്ടാവും.
ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മനസ്സിനെ അടുപ്പിക്കാൻ വേണ്ടി കഴിയണം. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. രാത്രിയിൽ കുറേ നിന്ന് നിസ്കരിക്കണം. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രിയിൽ കുറേ നിസ്കരിക്കും. കുറേ നിസ്കരിച്ചിട്ട് ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവും. ഞെട്ടി ഉണർന്ന ശരീരത്തോട് പറയും, റാബിയ ഉറങ്ങാണോ? ഉണരാത്തൊരു ഉറക്കുറങ്ങാനില്ലേ? പിന്നെന്തിനാണ് ഇപ്പോൾ ഉറങ്ങുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഉണരാത്തൊരു ഉറക്കുറങ്ങാനുണ്ട്. അന്ന് റാഹത്തായിട്ട് ഉറങ്ങണമെങ്കിൽ ഇന്ന് കുറച്ചൊക്കെ ഇബാദത്തെടുക്കണം. അതുകൊണ്ട് റാബിയ ഇനി ഉറങ്ങാൻ പാടില്ല. റാബിയത്തുൽ അദവിയ്യ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് ക്ഷീണമായിട്ട് ഉറങ്ങുമ്പോഴാണ് സ്വന്തം ശരീരത്തോട് ഈ ഉപദേശം കൊടുക്കുന്നത്. മഹദി ഉറങ്ങിയപ്പോഴല്ലേ, ഒരിക്കൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിൽ കിടന്ന് തന്നെ ഉറങ്ങിയപ്പോഴാണ് വീട്ടിൻ്റെ മുമ്പിലൂടെ ഒരു കള്ളൻ അങ്ങോട്ട് പോയത്. ആ കള്ളൻ വീട്ടിലേക്ക് കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. അയാൾ ആകെ പേടിച്ചു പോയി. ഇനി എന്തു ചെയ്യും? എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വെച്ചു. അപ്പോൾ വാതിൽ ഓട്ടോമാറ്റിക് തുറന്നപ്പോൾ അയാൾക്ക് വിചാരിച്ചു, ഇത്ര സാധനം ഞാൻ നന്നായിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ വെക്കണോ? രണ്ടാമത് വീണ്ടും എടുത്തു. ഡോറ് വീണ്ടും അടഞ്ഞു. 3 തവണ അത് ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ചപ്പോൾ പിന്നെ ഒരശരീരി വന്നു. എടുത്ത സാധനം അവിടെ വെച്ചു. ഓ മനുഷ്യ, എടുത്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചോ. ഈ ഉറങ്ങുന്നത് അള്ളാഹുവിനെ സ്നേഹിച്ച ഒരു മഹദിയാണ്. ആ മഹദി ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ മഹദിയുടെ യജമാനനായ അല്ലാഹു തആല ഉറക്കമില്ലാത്തവനാണ്. അതുകൊണ്ട് എടുത്ത സാധനം അവിടെ വെച്ചോ, ഇറങ്ങിപ്പോയിക്കോ എന്നൊരു വിളിയാളം വന്നു. അദ്ദേഹം അവിടെ സാധനങ്ങളെ കെട്ടിട്ട് പുറത്തേക്ക് പോയി. രാത്രിയുള്ള നിസ്കാരത്തിന് വലിയ പവറാണ്. 2 റക്അത്തെങ്കിലും രാത്രി നിസ്കരിച്ചില്ലെങ്കിൽ അവൻ്റെ ഹക്ക് വീട്ടിയില്ല എന്നതാണ്. തഹജ്ജുദിൻ്റെ ഒരു 2 റക്അത്തെങ്കിലും എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. പിന്നെയും ആ മനുഷ്യൻ ചോദിച്ചു, നബിയെ സിദിന, ഞാൻ രാത്രി നിസ്കരിച്ചോളാം, നോമ്പനുഷ്ഠിച്ചോളാം, ഇനി എന്തെങ്കിലും എന്നെ ഉപദേശിക്കാനുണ്ടോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കസ്റത്തു ദിക്ർ വസ്സലാത്തു അലയ്യ. ദിക്ർ വർദ്ധിപ്പിച്ചോ, സ്വലാത്തും നീ വർദ്ധിപ്പിച്ചോ. എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, അതുപോലെ ധാരാളം ദിക്റുകൾ ചൊല്ലിക്കോ. ജീവിതത്തിൽ വലിയ ആശ്വാസമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് പ്രശ്നമുള്ളവരാണോ, സമാധാനമില്ലാത്തവരാണോ, ശാന്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ദിക്ർ വർദ്ധിപ്പിക്കലാണ്. എത്ര ദിക്ർ ചൊല്ലാൻ പറ്റിയാലും അത്ര ദിക്ർ ചൊല്ലണം. പരമാവധി സ്വലവാത്തുകൾ നീ ചൊല്ലിക്കൊണ്ടിരിക്കണം. എത്രയാണ് ഞാൻ സ്വലാത്ത് ചൊല്ലേണ്ടത്? കഴിയുന്നത്ര ചൊല്ലിക്കോ എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. എന്നാ എൻ്റെ ജീവിതത്തിൻ്റെ 1/4 ഭാഗം ഞാൻ ചൊല്ലിക്കോളാം. ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്. കൂട്ടാൻ പറ്റുമോ? അത് ഖൈറാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ചൊല്ലാം. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ഇനിയും പറ്റുമോ കൂടുതലാക്കാൻ? ഖൈറാണത്. ഞാൻ 3ൽ 2 ഭാഗം നിർവഹിക്കാം. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത്, ഒഴിവ് സമയം മുഴുവൻ നിനക്ക് സ്വലാത്തു ചൊല്ലാൻ പറ്റുമോ? ഫഹുവ ഖൈറുൽ ലക്. അത് നിനക്ക് ഏറെ ഖൈറാണ്. അത്രയും പുണ്യം ലഭിക്കുന്ന അമലാണ് ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കുക എന്നത്. അതുകൊണ്ട് ഇനി അത് വർദ്ധിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാണ്ടോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മൻ അമ്മ ഫൽയുഖഫിഫ്. ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് നിസ്കരിക്കണം. കാരണം ഫഇന്ന മിൻഹുമുൽ കബീറ വൽ അലീല വൽ ലഈഫ വദൽ ഹാജ. നിസ്കരിക്കാൻ വന്ന ആളുകളിൽ പ്രായമുള്ളവരുണ്ടാകും, ശാരീരികമായ ക്ഷമത കുറഞ്ഞവരുണ്ടാകും, തിരക്കുള്ള മനുഷ്യന്മാരുണ്ടാകും. അതുകൊണ്ട് പഠിച്ച എല്ലാ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കരുത്. എല്ലാ ദുആയും കൂടെ അവിടെ ദ്വാരുന്ന ജനങ്ങളെ അടങ്ങാറാക്കരുത്. മൻ അമ്മ ഫൽയുഖഫിഫ്. നിസ്കാരം അത്
ജനങ്ങൾ അറിഞ്ഞിട്ട് വേണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പം എന്താ അത്ര നീളം വരാത്ത നിസ്കാരം? ജനങ്ങളുള്ള സമയത്ത് മാത്രം എന്താണ് ഇത്ര ദീർഘമായി നിസ്കരിക്കുന്നത്? നീ ദുആ ചെയ്തോ, ഒറ്റക്ക് രാത്രിയിൽ എത്രയും ദുആ ചെയ്തോ, അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് അത്രയും വലിയ ഇഷ്ടമാണ്. എത്ര ദുആ ചെയ്യുന്നോ അത്രയും പവറാണ്. ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലേ, ടെൻഷൻ ആകേണ്ടയില്ല. കാരണം ആ ദുആ, ഉത്തരം കിട്ടാത്ത ദുആഇന് ആഖിറത്തിൽ അള്ളാഹു തരുന്ന കൂലി കാണുമ്പോൾ മനുഷ്യൻ പറയത്രേ, പടച്ച റബ്ബേ, എന്നാ എനിക്ക് ഭൗതിക ലോകത്ത് ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരേണ്ടിയില്ലായിരുന്നു. അല്ലാഹു തആല നമ്മളോട് ചോദിക്കാനാ പറഞ്ഞത്. ചോദിച്ചു എന്നതുകൊണ്ട് നമുക്ക് ചോദിച്ചൊരു കൂലിയുണ്ട്. ദുആ ചെയ്യാന്ന് പറഞ്ഞത്, നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞ ഉദ്ഉനി, എന്നോട് ദ്വരന്നോളി എന്നല്ല പറഞ്ഞതാണ്. നമ്മൾ നിസ്കരിക്കുന്നതിനൊരു കൂലി അല്ല തരുന്നത് പോലെ ദുആ ചെയ്തു എന്ന അമലിനൊരു കൂലിയുണ്ട്. ആ ദുആയിൽ നമ്മൾ ചോദിച്ചത് ചിലപ്പോൾ ഹിദായത്ത് നിലനിർത്തി കിട്ടാനോ വേറെന്തെങ്കിലും ഭൗതികമായ കാര്യം ചോദിച്ചിട്ടുണ്ടാവും. അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, എന്നാൽ തന്നെ ദുആ ചെയ്തതിൻ്റെ ഒരു കൂലി അല്ലാഹു തആല തരും. ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ആകേണ്ടയില്ല. അല്ലാഹു തആല ആഖിറത്തിൽ വലിയ കൂലി അതിന് തന്നോളും. നമ്മൾ ഓക്കെ ആണെങ്കിൽ. ദുആഇന് ഇജാബത്ത് കിട്ടാത്തതിന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ ഉദൂനി അസ്തജിബ് ലക്കും, എന്നിട്ട് ഞാൻ എത്ര കൊല്ലായി ദ്വാരക്കുന്നു, ഉത്തരം കിട്ടുന്നില്ലല്ലോ. അപ്പം ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, നിന്റെ ഹൃദയം 10 കാര്യങ്ങളെ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിന്റെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഉത്തരം കിട്ടാത്തത്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതെല്ലാം കൂടി പറഞ്ഞാൽ ഇവിടെ സമയം മതിയാകാതെ വരും. നിന്റെ ശരീരത്തിലുള്ള 10 കുഴപ്പങ്ങളെ കൊണ്ടാണ് നിന്റെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ട്. നിനക്ക് 10 കുഴപ്പങ്ങളുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം. ഒന്ന് പറയുന്നത്, നിനക്ക് അള്ളാഹുവിനെ അറിയും, പക്ഷേ നീ അള്ളാഹുവിനുള്ള ഹക്കൊന്നും വീട്ടുന്നില്ല. പടച്ച റബ്ബ് നിന്നോട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു, നീ ആ ഹക്ക് വീട്ടുന്നതിൽ നീ വീഴ്ച വരുത്തി. രണ്ടാമത് പറഞ്ഞതോ, നീ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആനിൽ പറഞ്ഞതൊന്നും നീ പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരുന്നില്ല. നീ ആളുകളെ പരിഹസിക്കരുത്, ഗൈബത്ത് പറയരുത്, നീ സംശയരോഗമുള്ള ആളാകരുത്, അയൽവാസിയെ പരിഗണിക്കണം. അങ്ങനെ ഖുർആനിൽ കുറേ കാര്യങ്ങൾ നീ ഓതുന്നുണ്ട്, പക്ഷെ അതൊന്നും നിൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. ഇബ്ലീസ് ശത്രുവാണെന്ന് നിനക്കറിയാം, പക്ഷേ ആ ഇബ്ലീസിനാണ് നീ ഏറ്റവും നല്ല നിൻ്റെ ഉറ്റമിത്രമായി കാണുന്നത്. ഇബ്ലീസ് പറഞ്ഞതാ കേൾക്കുന്നത്. സുബൈക്ക് എഴുന്നേൽക്കാൻ അള്ള പറയുന്നു, ഇബ്ലീസ് കിടന്നോ എന്ന് പറയുന്നു, നീ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അള്ളാഹിനോട് മഹബത്തുണ്ട് എന്ന് നീ പറയുന്നു, റസൂലുള്ളാഹിനോട് മഹബത്തുണ്ട് എന്ന് പറയുന്നു, പക്ഷേ നീ സുന്നത്തുകളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. നീ സുന്നത്ത് നിസ്കാരം തന്നെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നില്ല. അതുപോലെ മുത്തനബി പഠിപ്പിച്ച സുന്നത്തുകൾ നിനക്ക് അത്ര താല്പര്യം കാണുന്നില്ല. അതുകൊണ്ടാണ് ദുആഇന് ഉത്തരം കിട്ടാത്തത്. സ്വർഗത്തിന് നിനക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നീ പറയുന്നു, പക്ഷേ സ്വർഗത്തിന് വേണ്ടിയ ജോലിയൊന്നും നീ ചെയ്യുന്നില്ല. നരകത്തെ ഭയമാണെന്ന് പറയുന്നു, പക്ഷേ തെറ്റുകുറ്റങ്ങളിൽ നീ വിട്ടുനിൽക്കുന്നില്ല. മരണം ഹക്കാണെന്ന് നീ പറയുന്നു, പക്ഷേ മരണത്തിന് വേണ്ടി നീ ഒരുങ്ങിക്കാണുന്നില്ല. ജനങ്ങളുടെ ന്യൂനതയെ നീ നന്നായി അന്വേഷിക്കുന്നു, നിന്റെ ന്യൂനത നീ ആരോടും നിന്റെ ന്യൂനത അറിയാൻ നീ ഒന്നും ശ്രമിക്കുന്നേയില്ല. നീ അള്ളാഹുവിൻ്റെ റിസ്ഖെല്ലാം അനുഭവിക്കുന്നു, നീ ശുക്ർ ചെയ്യുന്നില്ല. നീ ഒരുപാട് മരിച്ച ആളുകളുടെ പിന്നാലെ പോയി അവരൊക്കെ ഖബറടക്കുന്നു, പക്ഷേ എന്നിട്ടും നീ മരിക്കുമെന്ന ബോധം നിന്റെ കൽബിൽ വന്നില്ല. ഇതുകൊണ്ടാണ് നിനക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കാര്യത്തിൽ നല്ല ബേജാറ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ക്വാളിറ്റികളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ജീവിതത്തിന് എന്തായാലും ഒരു അവസാനം ഉണ്ടാകും. മനുഷ്യൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നത് അവൻ്റെ ജനനത്തിൻ്റെ സമയത്ത് തന്നെ അവനോട് സൂചന കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോഴും ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. ഫർള് നിസ്കാരം തന്നെയാണ് മയ്യിത്ത് നിസ്കാരവും. മയ്യിത്ത് നിസ്കാരത്തിൽ ബാങ്കും ഇക്കാമത്തും നമ്മൾ കാണുന്നില്ലല്ലോ. മയ്യിത്തിനെ മുന്നിൽ വെച്ചാൽ വേഗം കൊണ്ട് തക്ബീറിട്ടില്ലേ, അപ്പോൾ അവിടെ ഒരു ബാങ്കും ഇക്കാമത്തില്ല. ളുഹറിനും അസറിനും ബാങ്കും ഇക്കാമത്തുണ്ട്. എവിടെ മയ്യിത്തിൻ്റെ ബാങ്കും ഇക്കാമത്തും? മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു, അദാനുൽ മർഇ ഹീന ത്ഫിലി യഅതി
وتأخير الصلاة إلى الممات. മനുഷ്യ, നിന്റെ വാങ്കും ഇഖാമത്തും നീ ജനിച്ചപ്പോഴേ കൊടുത്തു വച്ചു. നിന്റെ വലത്തെ ചെവിയിൽ വാങ്ക് കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്നിട്ട് നിന്നോട് പറയാണ് ദലീലുൻ അന്ന മഹ്യാഉൻ യസീറു കമാ ബൈനൽ അദാനി ഇലസ്സലാത്തി. ഇനിനക്ക് കുറച്ച് കാലമേ ജീവിക്കാൻ അവസരമുള്ളൂ. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്രയേ ഈ ഭൂമി ലോകത്തിന് നിനക്ക് ആയുസുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് നീ മരിച്ചേക്കാം. ഇനി നീ മരിക്കുമ്പോൾ വേറൊരു വാങ്കും ഇഖാമത്തും വരാനില്ല. കൊടുത്തു വെച്ചു കഴിഞ്ഞു നിന്റെ വാങ്കും ഇഖാമത്തും. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, ദലീലുൻ അന്ന മഹ്യാഉൻ യസീറു, നിന്റെ ജീവിതം വളരെ കുറവാണ്. എപ്പോഴും മരിക്കാം, ഏത് പ്രായത്തിലും മരിക്കാം. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിക്കോ എന്നാണ് ജനിക്കുന്ന സമയത്തെ ഓരോ മനുഷ്യനോടും അവൻ്റെ വലത്തും ഇടത്തും ചെവികളിൽ വാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ അവനോട് പറയാതെ പറയുന്നൊരു മെസ്സേജാണത്. കുറച്ച് കാലമേ ഇനി ജീവിക്കാൻ അവസരമുള്ളൂ. അതുകൊണ്ട് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും നല്ല റാഹത്തായി പിരിയാൻ സാധിക്കണം. അന്ന് നമ്മൾ പുഞ്ചിരിച്ചിട്ട് മരിക്കണം. നല്ല ഒരുപാട് മനുഷ്യർ അവരുടെ വഫാത്തിൻ്റെ സമയത്ത് അവരെല്ലാം നല്ല ചിരിച്ചാണ്, പുഞ്ചിരിച്ചാണ് അവരെ മുഖം കാണുന്നത്. അവരാരും കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്. മരിക്കുന്ന സമയത്താണ് നമ്മുടെ മുഖത്ത് നല്ല ചിരി വിടരേണ്ടത്. നമ്മളെ ചുറ്റുമുള്ളവർ കരയുമെന്ന്, പക്ഷേ നമ്മളന്ന് കരഞ്ഞു പോകരുത്. നമ്മൾ ചിരിച്ചുകൊണ്ട് മരിക്കണം. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അന്ന് ചുറ്റുമുള്ളവർ ചിരിച്ചതാണ്. ഈ കുടുംബത്തിലൊരു പുതിയ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. എങ്കിലും ചുറ്റുമുള്ളവർ നല്ല ആഹ്ലാദമാണ്, പുതിയൊരു കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ. എന്നാൽ ഇതേ കുഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോൾ നേരത്തെ ചിരിച്ചവർ കരയും. അന്ന് ഈ കുഞ്ഞ് നല്ല ചിരിച്ചുകൊണ്ട് മരിക്കണം. അതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യമാവേണ്ടത്. നമ്മൾ ഇന്ന് ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും അവസാനം മരിക്കുന്ന സമയത്ത് എല്ലാവരും ചുറ്റുമുള്ള സമയം നമ്മൾ നല്ല റാഹത്തായി കലിമ ചൊല്ലി പുഞ്ചിരിയോടെ ഈ ലോകത്തുനിന്ന് യാത്ര പോവണം. ആര് തൊട്ടടുത്തുള്ളവർ എത്ര വിഷമിച്ച് കരഞ്ഞാലും ആ കരച്ചിൽ നമ്മളിലുണ്ടാകരുത്. നമ്മളും അന്ന് കരച്ചിലാണെങ്കിൽ പ്രശ്നമല്ലേ? നമ്മുടെ മരണം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല മരണം തന്ന് അല്ലാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഒരുപാട് അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്ത അമലുകളിൽ തന്നെ ധാരാളം ന്യൂനതകളാണ്. നീ അതെല്ലാം വിട്ടുപുറത്ത് മാപ്പു ചെയ്ത് അതെല്ലാം സ്വീകരിക്കണേ റഹ്മാനേ. ഒരുപാട് കാലം റമളാനിനെ സ്വീകരിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ നീ വലിയ മാറ്റങ്ങൾ നൽകണേ അല്ലാ. റമളാനിൽ ആർജിച്ചെടുത്ത ആത്മീയമായ ചൈതന്യം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ.